കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ഇന്നൊരു പുതിയ ഇംഗ്ലീഷ് കോഴ്സ് തുടങ്ങുകയാണ്. ഇത് PSC എക്സാംസിന് മാത്രമല്ല SSC, ബാങ്കിങ്, റെയിൽവേ അതുപോലുള്ള എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് ക്വസ്റ്റ്യൻ ടാഗ്സിനെ കുറിച്ചാണ്. ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാനുള്ള 1-2 ക്വസ്റ്റ്യൻസ് പൊതുവെ എല്ലാ എക്സാംസിലും കണ്ടുവരാറുണ്ട്. ആ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ ടിപ്സും ട്രിക്സും എല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെസൺ മുഴുവൻ കാണും. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്റ്റേറ്റ്മെന്റിന് അവസാനം വരുന്ന ആ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, ആണോ അല്ലയോ ഇല്ലേ അല്ലേ ഇതെല്ലാം ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിലൊരു ഓക്സിലറി വെർബും ഒരു പ്രനൗണും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ ടാഗ്സ് എല്ലായ്പ്പോഴും നമ്മൾ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് അഫിർമേറ്റീവ് ആണെങ്കിൽ, അതായത് നെഗറ്റീവ് അല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ നോട്ട് കൂടി ഉണ്ടായിരിക്കും. ഇതെല്ലാം ഇപ്പോഴും കോൺട്രാക്റ്റഡ് ഫോമിൽ തന്നെ വേണം എഴുതാൻ. ഈസ് ഇൻ ഷീ, ആർ ഇൻ യു അങ്ങനെയാണ് പറയുക. ഈസ് ഷീ നോട്ട് എന്നോ ആർ യു നോട്ട് എന്നോ നമ്മൾ പറയില്ല. കോൺട്രാക്റ്റഡ് ഫോംസ് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സിൽ ഉപയോഗിക്കണം. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ എല്ലായ്പ്പോഴും ഒരു അഫിർമേറ്റീവ് ടാഗാണ് ഉപയോഗിക്കുക, അതായത് ഒരു പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കുക. അതിൽ നോട്ട് ഉണ്ടായിരിക്കില്ല. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്സിൻ്റെ ഏറ്റവും ബേസിക് ആയ റൂൾസ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന്, അഫിർമേറ്റീവ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഒരു നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കുക. നെഗറ്റീവ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഒരു അഫിർമേറ്റീവ് ടാഗ് ഉപയോഗിക്കുക. ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾസ് നോക്കി നിങ്ങൾക്ക് കാണാം. ഷീ കെയിം, അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഡിഡിൻ ഷീ. ഷീ കെയിം എന്നത് പാസ്റ്റ് ടെൻസിലാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഓക്സിലറി വെർബ് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു ഓക്സിലറി ഉണ്ടെങ്കിൽ ആ ഓക്സിലറിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക. തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഓക്സിലറി ഉപയോഗിക്കേണ്ടി വരും. അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ടെൻസിലാണ് എന്നതിനനുസരിച്ചിരിക്കും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക ഡൂവോ ഡസോ ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക ഡിഡ് ആണ്. ഷീ കെയിം, ഈ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, അതുകൊണ്ട് നമ്മളിവിടെ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത് ഡിഡ് ആണ്. ഷീ കെയിം എന്നത് ഒരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിനുശേഷം നമുക്കൊരു നെഗറ്റീവ് ടാഗ് വേണം വരാൻ. ഡിഡിൻ ഷീ. ഡിഡ് ഷീ നോട്ട് എന്ന് പറയരുത്, ഡിഡിൻ ഷീ. എല്ലായ്പ്പോഴും കോൺട്രാക്റ്റഡ് ഫോംസ് തന്നെ വേണം ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കാൻ. യു നോ ഹെർ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ടെൻസിലാണ്? ഇവിടെയും നമുക്ക് ഓക്സിലറി ഒന്നും കാണാൻ കഴിയുന്നില്ല. നോ എന്ന് പറയുന്നത് V1 ആണ്. V1 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. യു നോ ഹെർ എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗായിട്ട് ഉപയോഗിക്കുന്നത് ഡു അല്ലെങ്കിൽ ഡസ് ആയിരിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് യു അല്ലേ, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. ഡസ് നമ്മൾ ഉപയോഗിക്കുക ഹീ, ഷീ, ഇറ്റ് അതുപോലുള്ള സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. അതുപോലെ തന്നെ മറ്റ് സിംഗുലർ നൗൺസിൻ്റെ കൂടെയും നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുക. യു നോ ഹെർ, ഡോണ്ട് യു, അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. ഇതൊരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയത് കാരണം നമ്മൾ ഉപയോഗിച്ച ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിരുന്നു. ഹീ ഈസ് യുവർ ഫ്രണ്ട്. ഇവിടെ നമുക്കൊരു ഓക്സിലറി വെർബ് കാണാൻ കഴിയുന്നുണ്ട്, അത് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്നത്, ഈസ് ഇൻ ഹീ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലായ്പ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റായിട്ട് ഒരു പ്രൊനൗൺ തന്നെ വരണമെന്നില്ല. പലപ്പോഴും അതൊരു നൗൺ ആയിരിക്കും. അങ്ങനെ ഒരു ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു സബ്ജക്റ്റായി ഒരു നൗൺ വരുന്ന സമയത്ത് ആ നൗൺ സൂചിപ്പിക്കുന്നത് സ്ത്രീയെയാണോ പുരുഷനെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെയാണോ എന്നതിനനുസരിച്ച് അതിന് അപ്രോപ്രിയേറ്റ് ആയ ഒരു പ്രൊനൗൺ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇപ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റായി റാണിയാണ് വന്നതെങ്കിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ പിന്നെ റാണി എന്ന് പറയരുത്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഷീ എന്ന പ്രൊനൗണാണ്. റാണി ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് നമ്മളവിടെ ഷീ എന്ന പ്രൊനൗൺ ഉപയോഗിക്കും. രാജു ആയിരുന്നെങ്കിൽ നമ്മൾ ഹി എന്ന പ്രൊനൗൺ ഉപയോഗിക്കും. ഈ പേരുകളൊന്നും റാണി, രാജു, രവി അതൊന്നും ക്വസ്റ്റ്യൻ ടാഗ്സിൽ യൂസ് ചെയ്യരുത്. എല്ലായ്പ്പോഴും അതിൽ നമ്മൾ ഒരു ഓക്സിലറി വെർബും ഒരു പ്രൊനൗണും ആണ് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ്സ് ആഡ് ചെയ്യാനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അത് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഗ്രാമർ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. റാണി ഈസ് എ പ്രെറ്റി ഗേൾ. നമുക്ക് ഇതിനോടാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യേണ്ടത്. റാണി നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലേ, അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇതൊരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് നെഗറ്റീവായ വാക്കുകളൊന്നും കാണാൻ കഴിയുന്നില്ല. റാണി ഈസ് എ പ്രെറ്റി ഗേൾ. ഇതിലൊരു ഓക്സിലറി വെർബുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഈ ഓക്സിലറി തന്നെ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചാൽ മതി. ഈസ് തന്നെയാണ് നമ്മളവിടെ ഉപയോഗിക്കുക. ഇതൊരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് കാരണം നമുക്കിനി വേണ്ടത് ഒരു നെഗറ്റീവ് ടാഗാണ്, ഈസിൻറ്റ്. റാണി പെൺകുട്ടിയല്ലേ, റാണി പെൺകുട്ടിയായത് കാരണം നമ്മൾ അവളെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഷീ ആണ്. ഇതിന് ടാഗ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഈസ് ഇൻ ഷീ ആണ് ഇതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ. തന്ന ഓപ്ഷൻസിൽ ആദ്യത്തെ ഈസ് ഷീ ആണ്.
അതൊരു അഫർമേറ്റീവ് ടാഗാണ്. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് നമ്മൾ അഫർമേറ്റീവ് ടാഗ് ഉപയോഗിക്കുക. ഈസ് ഇൻ ഷീ രണ്ടാമത്തെ ഓപ്ഷൻ അതാണ് കറക്റ്റ്. ഒരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് ടാഗാണ്. തന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓക്സിലറി എന്തോ അത് തന്നെയാണ് ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 3ഉം 4ഉം ഓപ്ഷൻസ് കറക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഈസ് ഉള്ളത് കാരണം ഈസ് ഉപയോഗിക്കുന്ന ഒരു ടാഗ് ക്വസ്റ്റ്യനാണ് നമുക്ക് വേണ്ടത്. മറ്റ് ഓക്സിലറീസ് ഉപയോഗിക്കുന്ന ടാഗ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക്. ഇത് കഴിഞ്ഞ എക്സാമ്പിൾ പോലെ അത്ര എളുപ്പമല്ല. കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ഓക്സിലറി വെർബ് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ അതെടുത്ത് ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അത്ര വിഷമമല്ല. ഇവിടെ നമുക്ക് ഓക്സിലറീസ് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ടെൻസിലാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക്. വർക്ക് എന്ന് പറയുന്നത് ആ വെർബിൻ്റെ V1 ആണ്. V1 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ആക്ച്വലി ഇങ്ങനെ ഓക്സിലറി ഇല്ലാതെ വരുന്ന രണ്ട് ടെൻസസേ ഉള്ളൂ. ഒന്ന് സിമ്പിൾ പ്രസൻ്റ് ആണ്, ഒന്ന് സിമ്പിൾ പാസ്റ്റ് ആണ്. V1 ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്, V2 ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഈ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പ്രസൻറ്റിലാണ് എന്ന് മനസ്സിലായി. ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക്. സബ്ജക്റ്റ് ഷീ ആയത് കാരണമാണ് നമ്മളിവിടെ വർക്ക് എന്ന വെർബിൻ്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ഏത് ഓക്സിലറിയാണ് നമ്മൾ യൂസ് ചെയ്യാം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് ഡൂവും ഡസും. ഡു നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. ഐയുടെയും യുവിൻ്റെയും കൂടെയും നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. ഡസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. സിംഗുലർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന നൗൺസിനാണ് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത്. ഷീ അതൊരു സിംഗുലർ പ്രൊനൗൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഓക്സിലറി ഡു ആണോ ഡസ് ആണോ? ഷീ സിംഗുലർ ആയത് കാരണം നമുക്കിവിടെ വേണ്ട ഓക്സിലറി ഡസ് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടാഗ് ക്വസ്റ്റ്യൻ നിർമ്മിക്കുന്നത്. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക് എന്നാണ് പറയുന്നത്. അവൾ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഇതിൽ നെഗറ്റീവായ വേർഡ്സ് ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്ന ടാഗ് ക്വസ്റ്റ്യൻ അത് നെഗറ്റീവ് ആയിരിക്കണം. ഡസിൻറ്റ്. ഡസിൻ്റെ കൂടെ നോട്ട് കൂടി അപ്പോൾ നമ്മൾ ആഡ് ചെയ്യും. ഡസിൻ. പിന്നെ നമ്മൾ ഏത് പ്രൊനൗണാണ് ഉപയോഗിക്കുക? ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരു പ്രൊനൗൺ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്രൊനൗൺ തന്നെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നത്. ഡസിൻ ഷീ. ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക്. അവൾ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഡസിൻ ഷീ അല്ലേ? ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക്. ഡസിൻ ഷീ. അവൾ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. വർക്ക്സ് എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള വെർബായത് കാരണമാണ് നമ്മളിവിടെ ടാഗ് ക്വസ്റ്റ്യനിൽ ഡസ് ഉപയോഗിച്ചത്. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവ് ടാഗാണ്. ഡസിൻ ഷീ. ഡസ് ഷീ നോട്ട് അല്ല, ഡസിൻ ഷീ. രവി ഡിഡിൻ കം ടു ദ പാർട്ടി. രവി പാർട്ടിക്ക് വന്നില്ല. ഇവിടെ ഓക്സിലറി ഉണ്ട്. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കാരണം നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടത് ഒരു അഫർമേറ്റീവ് ടാഗാണ്. നോട്ട് ഇല്ലാത്തൊരു ടാഗാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി ഡിഡ് അത് തന്നെ ടാഗ് ക്വസ്റ്റ്യനിലും വേണം. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് കണ്ടാൽ അറിയാം ഡിഡ് ഉപയോഗിക്കുന്ന 2 ഓപ്ഷൻസേ ഉള്ളൂ, 1ഉം 2ഉം. 3ഉം 4ഉം ഓപ്ഷൻസ് കറക്റ്റ് അല്ല നമുക്ക് ഇപ്പോഴേ മനസ്സിലായി. കാരണം നമുക്ക് വേണ്ട ടാഗ് ക്വസ്റ്റ്യനിൽ ഡിഡ് ഉണ്ടായിരിക്കണം. ആദ്യത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഡിഡ് ഹി എന്നതൊരു അഫർമേറ്റീവ് ടാഗാണ്. ഡിഡിൻ ഹി എന്നതൊരു നെഗറ്റീവ് ടാഗാണ്. നമുക്കിവിടെ തന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ടാഗ് അഫർമേറ്റീവ് ആണ്. ഡിഡ് ഹി ആണ് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. രവി ഡിഡിൻ കം ടു ദ പാർട്ടി. ഡിഡ് ഹി? അവൻ വന്നോ? യു ഹാവ് ഇൻവൈറ്റഡ് ദം. നീ അവരെ ക്ഷണിച്ചിട്ടുണ്ട് ഇല്ലേ? അതാണ് ചോദ്യം. ഇവിടെയും നമുക്കൊരു ഓക്സിലറി വെർബ് കാണാൻ കഴിയുന്നുണ്ട്. ഹാവ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് യു ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാവ് ഉപയോഗിച്ചത്. സബ്ജക്റ്റ് ഹിയോ ഷിയോ ആയിരുന്നെങ്കിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുമായിരുന്നു. ഈ ഹാവ് തന്നെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുക. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നെഗറ്റീവായ വാക്കുകളൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് ടാഗാണ്. ഹാവിൻറ്റ്. സബ്ജക്റ്റ് എന്താണ്? യു. ഹാവിൻറ്റ് യു. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 3rd ഓപ്ഷനാണ് കറക്റ്റ്. ഡിഡ് യു, ഡിഡിൻറ്റ് യു, ഹാവ് യു അതൊന്നും ഇവിടെ കറക്റ്റ് അല്ല. ഹാവിൻ യു അഫർമേറ്റീവ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നെഗറ്റീവ് ആയ ഒരു ടാഗ് ഉപയോഗിക്കാം. യു പാസ്ഡ് ദ ടെസ്റ്റ്. ഇത് ഏത് ടെൻസിലാണ്? ഈ സെൻറ്റൻസ് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏത് ടെൻസിലാണ്? ഇവിടെ നമുക്ക് ഓക്സിലറീസ് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു ഓക്സിലറി അവിടെ സപ്ലൈ ചെയ്യണം. ഏത് ഓക്സിലറിയാണ് നമ്മൾ ഉപയോഗിക്കുക? യു പാസ്ഡ് ദ ടെസ്റ്റ്. നീ പരീക്ഷ ജയിച്ചു. പാസ്റ്റ് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. V2 ആണ്. പാസ് എന്ന വെർബിൻ്റെ V2 ആണ് പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഡിഡ്. ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. യു പാസ്ഡ് ദ ടെസ്റ്റ് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് ടാഗാണ്. ഡിഡിൻറ്റ്. സബ്ജക്റ്റ് എന്തായിരുന്നു? യു ആണ്. ഡിഡിൻറ്റ് യു.
അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ്. യു പാസ്ഡ് ദ ടെസ്റ്റ്, ഡിഡിൻറ്റ് യു? നീ ജയിച്ചില്ലേ? ഐ എം ലേറ്റ്, ഞാൻ വൈകി അല്ലേ? അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇതല്പം ട്രിക്കി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐയുടെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ആം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ആം. പക്ഷെ ടാഗ് ക്വസ്റ്റ്യനിൽ ഐയുടെ കൂടെ നമ്മൾ ആം ഉപയോഗിക്കില്ല. ഐ ആം ലേറ്റ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആമിൻറ്റ് ഐ അല്ല, ആറിൻറ്റ് ഐ ആണ്. ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ മൂന്നാമത്തതാണ്, സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇത് പലപ്പോഴും ഇതുപോലുള്ള ട്രിക്കിയായ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. പലരും മിസ്റ്റേക്സ് വരുത്താറുമുണ്ട്. കാരണം നമ്മൾ തന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള അതേ ഓക്സിലറിയാണ് പൊതുവെ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുക. പക്ഷേ ആം എന്ന ഓക്സിലറി ഒരു എക്സെപ്ഷനാണ്. അത് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത് ആറാണ്, ആറിൻ ഐ. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമല്ല, അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. ഒരു അഫിർമേറ്റീവ് ടാഗിൽ നമുക്ക് ആം ഉപയോഗിക്കാം. ആം ഐ എന്ന് ചോദിക്കാവുന്നതാണ്. ആം ഐ എന്ന് തന്നെയാണ് ചോദിക്കുക, ആർ ഐ എന്നല്ല ചോദിക്കുക. പക്ഷേ ഒരു നെഗറ്റീവ് ടാഗിൽ നമ്മൾ ആമിൻറ്റ് ഐ എന്നല്ല ചോദിക്കുന്നത്, ആറിൻ ഐ എന്നാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി ആണ്. ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഐ ആം എന്നതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ ആമിൻ ഐ അല്ല, ആറിൻ ഐ ആണ്. നോബഡി കെയിം, ഇതും അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോബഡി കെയിം, ആരും വന്നില്ല. ഇത് കാഴ്ചയിൽ ഇതൊരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് നോട്ട് കാണുന്നില്ല. പക്ഷേ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ആക്ച്വലി. കാരണം നോബഡി എന്നതൊരു നെഗറ്റീവ് വേർഡാണ്. നോബഡി, നെവർ, ഹാർഡ്ലി, റെയർലി, സ്കെയേഴ്സ്ലി, സെൽഡം, ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അഫിർമേറ്റീവ് ടാഗാണ്. ഇതെല്ലാം നെഗറ്റീവ് വാക്കുകളാണ്. ഇതിന് ശേഷം അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു അഫിർമേറ്റീവ് ടാഗാണ്. പിന്നെ നോബഡി എന്നതിനെ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുക. നോബഡി എന്ന് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ദേ എന്ന പ്രൊനൗണാണ്. എല്ലായ്പ്പോഴും അത് അങ്ങനെയാണ്. നമ്മൾ ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും നോബഡിക്ക് ശേഷം, അതുപോലെ തന്നെ സംബഡിക്ക് ശേഷം നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുക ദേ ആണ്. നോബഡി കേം, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് അഫിർമേറ്റീവ് ടാഗാണോ നെഗറ്റീവ് ടാഗാണോ? തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് വാക്കുണ്ട്. നോബഡി ഒരു നെഗറ്റീവ് വാക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്ന ഒരു അഫിർമേറ്റീവ് ടാഗാണ്, നെഗറ്റീവ് ടാഗ് അല്ല. ഡിഡ് ദേ, അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നോബഡി കെയിം, ഡിഡ് ദേ. നോബഡി എന്ന് പിന്നെ ടാഗ് ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്യരുത്. നോബഡിക്ക് പകരം ദേ എന്ന പ്രൊനൗൺ വേണം ഉപയോഗിക്കാൻ. നോബഡി, അതുപോലെ തന്നെ നൺ, നോ വൺ, ഇതിനെല്ലാം ശേഷം എല്ലായ്പ്പോഴും ഒരു അഫിർമേറ്റീവ് ടാഗ് വേണം ഉപയോഗിക്കാൻ, നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കരുത്. നോബഡി കെയിം, ആരും വന്നില്ല അല്ലേ? ഡിഡ് ദേ, അതാണ് ചോദിക്കേണ്ടത്. ഡിഡിൻ ദേ അല്ല, ഡിഡ് ദേ എന്നാണ് ചോദിക്കേണ്ടത്. അഫിർമേറ്റീവ് ആയ ഒരു ടാഗ് വേണം നോബഡിക്ക് ശേഷം ഉപയോഗിക്കാൻ. സംബഡിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് ടാഗ് ആയിരുന്നു. നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചില്ല അല്ലേ? നേരത്തെ നമ്മൾ നോബഡിക്ക് ശേഷം ക്വസ്റ്റ്യൻ ടാഗിൽ ദേ ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. നത്തിങ്ങിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക ഇറ്റാണ്. നത്തിങ് എന്നത് ഒരു നെഗറ്റീവ് വേർഡാണ്. അതുകൊണ്ട് തന്നെ നോബഡി, നത്തിങ്, ഇതെല്ലാം കാണുമ്പോൾ പിന്നെ അതിനുശേഷം അഫിർമേറ്റീവായ, അതായത് നെഗറ്റീവ് അല്ലാത്ത ഒരു ടാഗ് വേണം ഉപയോഗിക്കാൻ. നത്തിങ് ഹാപ്പൻഡ്, ഹാപ്പൻഡ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. ഡിഡ് ഇറ്റ്, അതാണ് ഇതിൻ്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഡിഡിൻറ്റ് ഇറ്റ് അല്ല, ഡിഡ് ഇറ്റ് ആണ്. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയത് കാരണം അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ക്വസ്റ്റ്യൻ അഫിർമേറ്റീവ് ആയിരിക്കണം. ഡിഡ് ഇറ്റ്, അതാണ് കറക്റ്റ് ആൻസർ. നത്തിങ് ഹാപ്പൻഡ്, ഡിഡ് ഇറ്റ്. നത്തിങ്ങിന് ശേഷം അതുപോലെ തന്നെ എനിത്തിങ്ങിനെല്ലാം ശേഷം ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കേണ്ടത് ഇറ്റ് ആണ്. നോബഡി, നോ വൺ, നൺ, ഇതിനെല്ലാം ശേഷം ഉപയോഗിക്കേണ്ടത് ദേ ആണ്. ദർ ഇസ് എ പ്രോബ്ലം, ഇങ്ങനെ ദർ ഉപയോഗിച്ച് തുടങ്ങുന്ന സെൻറ്റൻസസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ വാക്ക് തന്നെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുക. ദർ ഇസ് എ പ്രോബ്ലം, ഇവിടെ ഓക്സിലറി ഉണ്ട്. ഈസ് എന്ന ഓക്സിലറി നമുക്ക് കാണാനുണ്ട്. അതുപയോഗിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ ടാഗ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു അഫിർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റ് നെഗറ്റീവ് വാക്കുകളും ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് ടാഗാണ് ഈസിൻറ്റ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഈസിൻറ്റ്, പിന്നെ പ്രൊനൗൺ ഏത് ഉപയോഗിക്കണം? ദർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. മറ്റ് പ്രൊനൗൺസ് ഇവിടെ ഉപയോഗിക്കരുത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ദർ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ക്വസ്റ്റ്യൻ ടാഗിൽ ദർ തന്നെ ഉപയോഗിക്കുക. ഈസ് ഇൻ ദർ. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ്. യു യൂസ് ടു റീഡ് എലോട്ട്. ഇതും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. പണ്ട് നമ്മൾ പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി വെർബാണ് യൂസ് ടു.
ഈ സ്റ്റേറ്റ്മെന്റ് അഫർമേറ്റീവ് ആണ്. നമുക്കിവിടെ നെഗറ്റീവ് വാക്കുകളൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. യൂസ് ടുവിന്റെ നെഗറ്റീവായി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഡിഡ് ആണ്, യൂസ്ഡിൻ്റ് അല്ല. പലർക്കും ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്, പലരും തെറ്റ് ഉപയോഗിക്കാറുണ്ട്. യൂസ് ടുവിന് ശേഷം ക്വസ്റ്റ്യൻ ടാഗിൽ ഡിഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, യൂസ്ഡിൻ്റ് ഉപയോഗിക്കരുത്. യു യൂസ് ടു റീഡ് എലോട്ട്, ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയത് കാരണം നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് ടാഗാണ്. യു യൂസ് ടു റീഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലായത് കാരണം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് വേണ്ട ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, ഡിഡിൻറ്റ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ടാഗ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഏത് പ്രൊനൗൺ ഉപയോഗിക്കും? യു ഉപയോഗിക്കും. ഡിഡിൻറ്റ് യു. യു യൂസ് ടു റീഡ് എ ലോട്ട്, നീ ധാരാളം വായിക്കുമായിരുന്നു അല്ലേ? ഡിഡിൻറ്റ് യു, അതാണ് കറക്റ്റ് ആൻസർ. യൂസ്ഡിൻറ്റ് യു അല്ല, ഡിഡിൻറ്റ് യു വേണം ഉപയോഗിക്കാൻ. യു യൂസ്ഡ് നോട്ട് ടു ലൈക്ക് ഹിം, നിനക്ക് അവനെ ഇഷ്ടമായിരുന്നില്ല അല്ലേ? യു യൂസ്ഡ് നോട്ട് ടു ലൈക്ക് ഹിം, ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കാരണം നമുക്ക് വേണ്ട ടാഗ് ക്വസ്റ്റ്യൻ അഫർമേറ്റീവ് ആയിരിക്കണം, അതിൽ നെഗറ്റീവ് വാക്ക് ഉപയോഗിക്കരുത്. യൂസ് ടുവിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്നത് ഡിഡ് ആണ് എന്ന് കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിഡ് യു, അതാണ് ഇതിൻ്റെ കറക്റ്റ് ടാഗ് ക്വസ്റ്റ്യൻ, ഡിഡ് യു ആണ്. യു യൂസ്ഡ് നോട്ട് ടു ലൈക്ക് ഹിം, നീ അവനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലേ? ഡിഡ് യു. നൺ ഓഫ് us ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം, നമുക്കാർക്കും ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല. ആവുമോ? അതാണ് ചോദിക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റായിട്ട് എന്താ വന്നിട്ടുള്ളത്? നൺ ഓഫ് us എന്ന എക്സ്പ്രഷനാണ് ഇവിടുത്തെ സബ്ജക്റ്റായി വന്നിട്ടുള്ളത്. അതിനകത്ത് നമുക്കൊരു പ്രൊനൗൺ കാണുന്നുണ്ട്, അസ് എന്നൊരു പ്രൊനൗൺ കാണാം. അത് പക്ഷേ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, സബ്ജക്റ്റ് പ്രൊനൗൺ അല്ല. ഇങ്ങനെ നമ്മുടെ സബ്ജക്റ്റിൽ ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ വരുന്ന സമയത്ത് ആ പ്രൊനൗൺ തന്നെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമിൽ അത് ഉപയോഗിക്കരുത്, അതിൻ്റെ സബ്ജക്റ്റ് ഫോമിൽ വേണം ഉപയോഗിക്കാൻ. അസ് എന്നത് ഏത് പ്രൊനൗണിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ്? വി എന്ന പ്രൊനൗണിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് അസ്. സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ വി എന്നാണ് പറയുക, അത് ഒബ്ജക്റ്റായി വരുമ്പോഴാണ് നമ്മൾ അതിന് അസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുക വി ആണ്. നൺ നമ്മൾ ഉപയോഗിക്കുന്നില്ല, വി ആണ് ഉപയോഗിക്കുന്നത്. നൺ ഓഫ് us ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം, ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നൺ എന്നതൊരു നെഗറ്റീവ് വേർഡാണ്. നോട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല, പക്ഷെ നൺ ഉണ്ട്. നൺ, നോ വൺ, നോബഡി, ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു അഫർമേറ്റീവ് ടാഗാണ്. നൺ ഓഫ് us ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. ക്യാൻ ബി, ക്യാൻ അസ് എന്ന് പറയരുത്. അസ് എന്നതൊരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. ക്യാൻ, നൺ, നൺ അല്ല നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. നൺ ഓഫ് us, ഓൾ ഓഫ് us, എനി ഓഫ് us, അതുപോലുള്ള എക്സ്പ്രഷൻസ് സബ്ജക്റ്റായി വരുന്ന സമയത്ത് നൺ, ഓൾ, എനി അതൊന്നും അല്ല ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മറിച്ച് അതിന് ശേഷം വന്നിട്ടുള്ള പ്രൊനൗൺ ഉണ്ടല്ലോ, അതിൻ്റെ സബ്ജക്റ്റ് ഫോം വേണം ഉപയോഗിക്കാൻ. ക്യാൻ നൺ അത് കറക്റ്റ് അല്ല. ക്യാൻ ബി അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സി ആണ് ശരിയായ ആൻസർ. നൺ ഓഫ് us ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. ക്യാൻ ബി. ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് അല്ല. കാൺ ബി അതൊരു നെഗറ്റീവ് ടാഗാണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നെഗറ്റീവ് ആണ്. നൺ എന്നതൊരു നെഗറ്റീവ് വാക്കാണ്. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു അഫർമേറ്റീവ് ടാഗാണ്. ക്യാൻ ബി അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നീദർ ഓഫ് ദം കെയിം, ഇവിടെയും നമുക്ക് സബ്ജക്റ്റിൽ ദം എന്നൊരു ഒബ്ജക്റ്റ് പ്രൊനൗണിനെ കാണാൻ സാധിക്കും. ഈ പ്രൊനൗൺ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല, അതിൻ്റെ സബ്ജക്റ്റ് ഫോമിൽ വേണം ഉപയോഗിക്കാൻ. ദേ എന്ന പ്രൊനൗണിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് ദം. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക ദം അല്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ദേ ആണ്. നീദർ ഓഫ് ദം കെയിം, രണ്ടാളും വന്നില്ല അല്ലേ? നീദർ അല്ല നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്നത്, ദേ എന്ന പ്രൊനൗണാണ് ഉപയോഗിക്കുന്നത്. നീദർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റീവ് വാക്കാണ്. അതിനുശേഷം നമ്മൾ പിന്നെ ഉപയോഗിക്കേണ്ടത് ഒരു അഫർമേറ്റീവ് ടാഗാണ്. കെയിം എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് നമുക്കിവിടെ വേണ്ട ഓക്സിലറി ഡിഡ് ആണ്. ഈ സെൻറ്റൻസിൽ നമുക്ക് ഈ തന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഏത് ഓക്സിലറി വേണം എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. കെയിം സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വെർബായത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും സബ്ജക്റ്റിനനുസരിച്ച്. ഡിഡ്, ദേ അതാണ് ഇതിൻ്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഡിഡ് ദേ. നീദർ ഓഫ് ദം കെയിം, ഡിഡ് ദേ. നീദർ ഓഫ് ദം എന്നത് ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അഫർമേറ്റീവ് ടാഗാണ്. ഡിഡ് ദേ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. ഡിഡ് ദം എന്ന് പറയരുത്, ദം ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. ടാഗ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. കെയിം എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. ഡു നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. സം ഓഫ് ദം ഒപ്പോസ്ഡ് ദ പ്ലാൻ, അവരിൽ ചിലർ ആ പ്ലാന് എതിർത്തു. സം ഓഫ് ദം അതാണ് സബ്ജക്റ്റ്. ഇവിടെയും നമുക്കൊരു ഒബ്ജക്റ്റ് പ്രൊനൗണിനെ കാണാൻ കഴിയുന്നുണ്ട്, ദം.
അത് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്നത്, പക്ഷെ അതിൻ്റെ സബ്ജക്റ്റ് ഫോം വേണം ഉപയോഗിക്കാൻ. ദേ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സം ഓഫ് ദം ഒപ്പോസ് ടു ദ പ്ലാൻ. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സം ഒരു നെഗറ്റീവ് വേർഡ് അല്ല, ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയത് കാരണം നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് ടാഗാണ്. ഒപ്പോസ്റ്റ് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. ഡിഡിൻ ദേ അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. സം ഓഫ് ദം ഒപ്പോസ് ദ പ്ലാൻ. ഡിഡിൻ ദേ ഇല്ലേ, അവർ ഒപ്പോസ് ചെയ്തില്ലേ. ഒപ്പോസ്റ്റ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായത് കാരണമാണ് നമ്മൾ ഡിഡ് ഉപയോഗിച്ചത്. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയത് കാരണം നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് ടാഗാണ്, അതുകൊണ്ടാണ് ഡിഡിൻറ്റ് എന്ന് പറയുന്നത്. ദം എന്ന ഒബ്ജക്റ്റ് പ്രൊനൗണിന് പകരം അതിൻ്റെ സബ്ജക്റ്റ് ഫോമായ ദേ ആണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത്. ഡിഡിൻ ദേ ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ഓൾ ഓഫ് us ആർ ഗോയിങ് ടു ദ പാർട്ടി. ഇവിടെയും സബ്ജക്റ്റ് ഓൾ ഓഫ് us എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ്, അതിലും ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ഉണ്ട് അസ്. അത് തന്നെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ സബ്ജക്റ്റ് ഫോമായ വി ആണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ഇവിടെ ഓക്സിലറി വെർബുണ്ട്, ആറുണ്ട്. ഓൾ ഓഫ് us ആർ ഗോയിങ് ടു ദ പാർട്ടി എന്നൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് ടാഗാണ്. ആറിൻറ്റ്. അസിന് പകരം നമ്മൾ വി ഉപയോഗിക്കും. ആർ ഇൻ വി. തേർഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. സി ആണ് കറക്റ്റ്. ആർ ഇൻ വി. നമ്മളെല്ലാവരും പാർട്ടിക്ക് പോകുന്നുണ്ട് ഇല്ലേ. ആർ ഇൻ വി. യു ഹാവ് നെവർ ബീൻ ദർ. നീ അവിടെ പോയിട്ടേ ഇല്ല അല്ലേ. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഇവിടെ നോട്ട് ഇല്ല, പക്ഷെ നെവർ ഉണ്ട്. നെവർ ഒരു നെഗറ്റീവ് വേർഡാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കിതിന് ശേഷം വേണ്ടത് ഒരു നോൺ നെഗറ്റീവ് ടാഗാണ്, അഫർമേറ്റീവ് ടാഗാണ് വേണ്ടത്. അതായത് അതിന് നോട്ട് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഓക്സിലറി ഉണ്ട്, ഹാവ്. അത് തന്നെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത്. യു ഹാവ് നെവർ ബീൻ ദർ. ഹാവ് യു. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ഹാവിൻറ്റ് യു എന്ന് പറയരുത്, കാരണം നെവർ എന്നതൊരു നെഗറ്റീവ് വാക്കായത് കാരണം പിന്നെ നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുന്നത് നെഗറ്റീവ് അല്ലാത്തൊരു ടാഗാണ്. അഫർമേറ്റീവ് ആയൊരു ടാഗ് വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഹാവ് യു അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. യു എന്ന പ്രൊനൗൺ തന്നെയാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത്. ദീസ് മാംഗോസ് ആർ റൈപ്പ്. ഈ മാങ്ങകൾ പഴുത്തതാണ് അല്ലേ. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് ദീസ് എന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ്, പിന്നെ അതിനുശേഷം മാംഗോസ് എന്നൊരു നൗൺ കൂടി വന്നു. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ സബ്ജക്റ്റ് ആയിട്ട് ദീസ്, ദോസ് ഇതെന്തെങ്കിലും ഉപയോഗിച്ചാണ് സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്നത് ഡേ ആണ്. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ദീസ്, ദോസ് അതുപോലത്തെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്തെങ്കിലുമാണ് വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഉപയോഗിക്കുക ദേ ആണ്. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ദിസ്, ദാറ്റ് ഇതേതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക ഇറ്റ് ആണ്. ഇതെപ്പോഴും ഓർത്തിരിക്കണം. ദീസ് മാംഗോസ് ആർ റൈപ്പ്. ഇത് പഴുത്ത മാങ്ങകളാണ് അല്ലേ. ഓക്സിലറി ഇവിടെ ഉണ്ട്, ആ ഓക്സിലറി തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുന്നത്. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് ടാഗാണ്, ആറിൻറ്റ്. പിന്നെ ദീസ് മാംഗോസിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും? ദേ എന്ന പ്രൊനൗൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആറിൻ ദേ അല്ലേ. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ദീസ് മാംഗോസ് ആർ റൈപ്പ്. ആറിൻ ദേ. ആറിൻ ദീസ് എന്ന് പറയരുത്. തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ദീസ് കാണുന്നുണ്ട്, ക്വസ്റ്റ്യൻ ടാഗിൽ അത് ഉപയോഗിക്കരുത്. അതിന് പകരം തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ദിസ്, ദാറ്റ് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഇറ്റ് ഉപയോഗിക്കാം. തന്ന സ്റ്റേറ്റ്മെൻറ്റ് ദീസ്, ദോസ് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സംബടി, നോബടി ഇതിനെല്ലാം ശേഷം ക്വസ്റ്റ്യൻ ടാഗിൽ ദേ വേണം ഉപയോഗിക്കാൻ. നത്തിങ്, എനിത്തിങ്, സംതിങ് ഇതിനെല്ലാം ശേഷം ക്വസ്റ്റ്യൻ ടാഗിൽ ഇറ്റ് വേണം ഉപയോഗിക്കാൻ. ദീസ് മാംഗോസ് ആർ റൈപ്പ്. ആറിൻ ദേ. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ ടാഗ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഈ ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലെസൺ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ മാർക്ക് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇനി മുതൽ കണ്ടിന്യൂസ് ആയി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.